സംസ്ഥാനത്ത് ക്രൈസ്തവ വിഭാഗത്തിലെ പെൺകുട്ടികളെ നിർബന്ധിച്ച് മതം മാറ്റിയ ശേഷം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി നിയോഗിക്കുന്നത് സംബന്ധിച്ച് അടിയന്തരമായി അന്വേഷണം നടത്തണമെന്ന് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ആഭ്യന്തര മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടു. നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ പ്രശ്നം അതീവ ഗൗരവമാർന്നതാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി. നിർബന്ധ മതപരിവർത്തനം സംബന്ധിച്ച് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാൻ ജോർജ് കുര്യനാണ് ആഭ്യന്തര മന്ത്രാലയത്തിനോട് നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോഴിക്കോടും ഡൽഹിയിലുമുണ്ടായ കേസുകൾ പരിഗണിച്ചാണ് നടപടിക്കായി കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിന് അയച്ച കുറിപ്പിൽ കമ്മീഷൻ സംഭവങ്ങളുടെ ഗൗരവത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നു. നേരത്തെ നടന്ന കേസുകളുടെ പശ്ചാത്തലത്തിൽ ഈ രണ്ട് പരാതികളിലും ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. കേരളത്തിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദി സംഘത്തിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടവരിൽ മതം മാറ്റപ്പെട്ട 5 ക്രൈസ്തവരുണ്ടായിരുന്നുവെന്ന് നേരത്തെ കണക്കുകൾ വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, കേരള കാത്തലിക് ബിഷപ്സ് കോൺഫറൻസിൻ്റെ ജാഗ്രതാ സമിതികൾ ഇക്കാര്യത്തിൽ നൽകിയ മുന്നറിയിപ്പുകളും കണക്കിലെടുക്കേണ്ടതുണ്ട്. പ്രണയം നടിച്ച് ക്രൈസ്തവരായ പെൺകുട്ടികളെ പീഡിപ്പിക്കുകയും പിന്നീട് നിർബന്ധ മതപരിവർത്തനത്തിന് വിധേയമാക്കി തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി നിയോഗിക്കുന്നതായാണ് ഈ കേസുകളിൽ വ്യക്തമാക്കുന്നതെന്നും കമ്മീഷൻ സൂചിപ്പിക്കുന്നു. പലപ്പോഴും ഇരകളാക്കപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ ഭീഷണികൾ മൂലം രംഗത്ത് വരാത്ത സാഹചര്യമാണെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു. ഈ സാഹചര്യത്തിൽ അടിയന്തരമായി അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നും കമ്മീഷൻ ആഭ്യന്തര മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടു. ഷെഖൈന ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.